നമസ്കാരം. വേദിയിലിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, സഭയിൽ ഞങ്ങളോടൊപ്പം ചേർന്ന് ഇരിക്കുന്ന നമ്മുടെ ഓരോ മലയാളി സുഹൃത്തുക്കളോടും എൻ്റെ ഓണം ആശംസകൾ അറിയിക്കുന്നു. ഒരു വലിയ പ്രസംഗം ഒന്നും ഇപ്പോൾ നമുക്ക് സാധ്യമല്ല, ഒന്നും സമയമില്ല. പിന്നെ നമ്മളൊക്കെ ചിന്തിക്കേണ്ട ചെറിയ ചെറിയ കാര്യങ്ങൾ. നമ്മളൊരു ഓണ പ്രോഗ്രാം നടത്തുമ്പോൾ ഒരു വലിയ ക്രൗഡ് ഒന്നും പ്രതീക്ഷിക്കേണ്ട. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് 10 പേരെ ഉള്ളെങ്കിലും ആ ഓണം തന്നെയാണ്. അവിടെ കൂടുന്ന 10 പേർക്കും ഒരേ മനസ്സോടുകൂടി ഒരു ഓണ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ കഴിഞ്ഞാൽ അതാണ് ഏറ്റവും വലിയ ബലം. നമ്മളൊക്കെ ചിന്തിക്കും ആള് കുറവാണെന്ന്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും 100 പേരുടെ ബലമുണ്ട്, ശക്തിയുണ്ട്. ഈ ശക്തിയായിരിക്കണം ഈ സമാജത്തെ മുന്നോട്ട് നയിക്കുവാൻ പ്രയോജനമാകുന്നത്. ഞാനിവിടെ വന്ന് മനസ്സിലാക്കിയെടുത്തോളൂ, ഒരുപാട് ഓണ പ്രോഗ്രാമിൽ ഞങ്ങൾ പോകാറുണ്ട്. സ്നേഹമെന്ന് പറയുന്നത് നമ്മൾ കൊടുത്തു വാങ്ങുന്നതിനേക്കാൾ ഉപരി നമ്മളെ തേടിയെത്തുമ്പോൾ കിട്ടുന്ന സുഖമുണ്ടല്ലോ, അതാണ് ഇപ്പൊ ഞങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പല സ്ഥലങ്ങളിൽ നമ്മൾ ചെല്ലുമ്പോൾ അവരുടെ ആ ഹെഡ് വെയിറ്റ്, ആ സംസാര ശൈലി, ഇതൊക്കെ കേൾക്കുമ്പോൾ അതേ കാണുമ്പോൾ നമ്മളൊക്കെ എന്തിനാ ഇവിടെ വന്നത്, വെറുതെ സമയം വേസ്റ്റാക്കി ഇവിടെ വന്നു. പക്ഷെ ഇവിടെ വരുമ്പോൾ, ഞാൻ കഴിഞ്ഞ വർഷം ഇവിടെ വന്നു, ഏറ്റവും പ്രിയപ്പെട്ട ഓണ പ്രോഗ്രാം ഏതാണെന്ന് എന്നോട് ചോദിച്ചാൽ തീർച്ചയായും ഇവിടെ വിളിച്ചതുകൊണ്ടോ വന്നതുകൊണ്ടോ ഞാൻ പറയുമല്ല, എനിക്കിഷ്ടം ഇവിടെ വരാനും ഇത്രയും പേരെ ഉണ്ടെങ്കിൽ അവരെ കാണാനും അവരോട് സംസാരിക്കാനുമാണ്. ഓണം എന്നതും എന്താണ് ഓണമെന്ന് ചോദിച്ചാല് നമ്മുടെയൊക്കെ മനസ്സില് ഓണത്തെ പറ്റി എല്ലാവർക്കും അറിയാം. മഹാബലി എന്ന തമ്പുരാനെ എന്തിനാണ് ഭൂമിയിലേക്ക് ചവിട്ടിത്താത്തിയത്? അദ്ദേഹത്തിന്റെ നന്മ തിരിച്ചറിഞ്ഞാണ്. കാരണം അദ്ദേഹം ഭൂമി ഭരിച്ചാൽ ദൈവങ്ങൾക്ക് പോലും സമാധാനം കിട്ടില്ല, ദൈവത്തെ ഒന്നും ആരും ഓർക്കത്തില്ല. കാരണം അത്രയ്ക്ക് നന്മ ചെയ്ത ഒരു മനുഷ്യനാണ്. നമ്മുടെയൊക്കെ പുരാണങ്ങളിൽ പറയുന്ന മഹാബലി തമ്പുരാന്റെ ഒരുപാട് കഥകളുണ്ട്. കഥകളൊക്കെ നിങ്ങൾക്കറിയാം, അത് പറഞ്ഞ് വെറുതെ നിങ്ങളെ പുറടിപ്പിക്കുന്നില്ല. എന്നാലും നമ്മുടെ സമൂഹത്തിൽ നമ്മൾ കാണിച്ചു കൊടുക്കുന്ന ചില വഴികളുണ്ട്, ചില നേർക്കാഴ്ചകൾ. ജാതിയും മതവും ഇല്ലാത്ത ഓണം. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നമുക്കറിയാം, എല്ലാ ജാതിയിൽപ്പെട്ടവർക്കും ഓണമുണ്ട്. എന്റെ ജാതിയുടെ ഓണം, നിന്റെ ജാതിയുടെ ഓണം. ഓണം എന്ന് പറയുമ്പോൾ ഇപ്പം ജാതിയുടെ ഓണമായി. പക്ഷെ മനുഷ്യന്റെ ഓണം, മനുഷ്യരെ തമ്മിൽ ഒന്നിപ്പിക്കുന്ന ഓണം എന്ന് പറയുന്നത് തീർച്ചയായും ഇങ്ങനെയുള്ള സമാജങ്ങളോടമാണ്. ഇവിടെ ജാതിയില്ല, മതമില്ല.